ആന്റി, ഒരിക്കൽ എന്റെ ലൈഫിലേക്ക് നിങ്ങളെല്ലാം കൂടി കെട്ടിവെച്ച് തന്നതാ ഒരാളെ. ഒടുവിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഞാൻ അതിനെ എന്റെ തലയിൽ നിന്നൊന്ന് ഒഴിച്ചെടുത്തത്. ആ ഷോക്കിൽ നിന്ന് ഞാനിന്ന് റിലീഫായി വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാ അലന്റെ കേസും. ഇപ്പൊ ഒരു മാരേജ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ രണ്ടുപേരും. ഒരുപക്ഷെ ഫ്യൂച്ചറിൽ അങ്ങനെയൊന്നും നടക്കുമായിരിക്കും. പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലും അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പോ ആ കുഞ്ഞിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് അലന് വേണ്ടിയിട്ടാ. അവന്റെ കുഞ്ഞിനോടൊപ്പം കുറച്ചു നാൾ അവന് കഴിയാൻ, അവന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഫേവർ എന്നുവെച്ച് ജീവിതകാലം മുഴുവൻ അവനും ആ കുഞ്ഞിനും എന്റെ സഹായം വേണ്ടിവരുമെന്നല്ല അതിനർത്ഥം. അവൻ പ്രതീക്ഷിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അവനുണ്ടാവണം. അതുവരെ അവന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ഒരാത്മാർത്ഥ സുഹൃത്തെന്ന നിലയിൽ എനിക്ക് ചെയ്യണം. അല്ലാതെ നിങ്ങളാരും കരുതുന്ന പോലെ അതിന് പിന്നിൽ ഹിഡൻ അജണ്ടയൊന്നുമില്ല. നിങ്ങളാരും ഈ റിലേഷനെ ഓവർ എക്സ്പെക്ട് ചെയ്യാതിരുന്നാ മതി. ദേഹം ഒട്ടും അനങ്ങരുതെന്നാ ഡോക്ടർ പറഞ്ഞത്. വീട്ടിൽ വന്ന് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്തോളാന്ന് ഉറപ്പ് പറഞ്ഞിട്ടാ ഡോക്ടർ ഡിസ്ചാർജിന് സമ്മതിച്ചത്. ഇനി ഞാൻ പറയാതെ ഈ വീട് വിട്ട് ഇറങ്ങുന്ന കാര്യം ചിന്തിച്ചേക്കരുത്. സത്യം പറഞ്ഞ ഞാനിപ്പോ അതേപറ്റി ആലോചിക്കുന്നത്. എന്നെ എന്റെ വണ്ടിത്താനത്തിലെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ നിന്റെ അപ്പച്ചനോട് പറ. എന്തിനാ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ജോസൂട്ടി, എന്തൊക്കെയാ ഈ പറയുന്നേ? എന്തിനാ ഇപ്പൊ അവിടേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നേ? ഇവിടെ ഇപ്പൊ എന്താ ജോസൂട്ടിക്ക് ഒരു കുറവ്? കുറവുകളുണ്ടായിട്ടല്ല, എന്നാലും നീ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത കുറ്റബോധം ആനിക്കുട്ടി. ഞാൻ കാരണം നിന്റെ ജീവിതം കൂടി ഇല്ലാണ്ടായെന്ന ഒരു തോന്നൽ. നിന്റെ ഈ സ്നേഹത്തിനും ശുശ്രൂഷയ്ക്കും ഒന്നിനും ഞാൻ ഒരിക്കലും ഒരു യോഗ്യനല്ലാത്തതുപോലെ. ജോസൂട്ടി ഒന്ന് വെറുതെ കിടക്കുന്നുണ്ടോ? ഇപ്പൊ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? ജോസൂട്ടി കാരണം എന്റെ ജീവിതം നശിച്ചു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെങ്കിലോ? നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാ മോളെ. എന്റെ കഴിവിനും ആരോഗ്യത്തിനും ഒക്കെ ഞാൻ ഒരുപാട് അഹങ്കരിച്ചു. നിന്നെയും നിന്റെ വീട്ടുകാരും ഒക്കെ ഞാൻ അത്രമാത്രം ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നാക്കെടുക്കുമ്പോഴെല്ലാം നിന്നെ ഞാൻ ചട്ടുകാലിന്ന് വിളിച്ച് കളിയാക്കിയിട്ടില്ലേ? എന്നിട്ടും എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ ഒരു എതിർപ്പും കാണിക്കാതെ നീ എന്നെ ആത്മാർത്ഥമായിട്ട് നോക്കുന്നില്ലേ? എനിക്കറിയാം ഇതൊന്നും ഞാൻ അർഹിക്കുന്നില്ലെന്ന് നന്നായിട്ട് ബോധ്യമുണ്ട്. ജോസൂട്ടി, ഇനി കഴിഞ്ഞതിനെ പറ്റിയൊന്നും ആലോചിക്കരുത്. സാത്താൻ കൂടി ആ ദിവസങ്ങളെയൊക്കെ കർത്താവ് ജോസൂട്ടിയുടെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുക. ഇനി അതേപ്പറ്റി ഓർത്തും പറഞ്ഞു ഒന്നും എന്തിനാ മനസ്സ് വിഷമിപ്പിക്കുന്നത്? ഒരു കണക്കിന് പറഞ്ഞാൽ കർത്താവ് ജോസൂട്ടിയെ മാത്രമല്ല എന്നെയും കൂടിയല്ലേ ശിക്ഷിച്ചത്. ജോസൂട്ടിയോടുള്ള ദേഷ്യത്തിലാണെങ്കിലും എനിക്ക് തന്ന കുഞ്ഞിനെ വേണ്ടെന്ന് ഞാനും പറഞ്ഞില്ലേ? അതുകൊണ്ടാവും അതിനെ എനിക്ക് തരാതെ കർത്താവ് അങ്ങ് തിരിച്ചെടുത്തത്. അതിന് ഞാനാണ് കാരണക്കാരെന്ന് ആലോചിക്കുമ്പോ വേണ്ട, കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം ജോസൂട്ടി. ഇനി നമ്മുടെ മുന്നിലുള്ളത് പുതിയ ജീവിതം. അത് നമുക്ക് സന്തോഷത്തോടെ തുടങ്ങണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ എനിക്ക് ചെയ്തു തീർക്കണം. ഷൺമുഖനെ കണ്ടുപിടിക്കണം. നിന്റെ ഇച്ഛായന്റെ കുഞ്ഞിനെ അവനിൽ നിന്ന് തിരിച്ചു വാങ്ങണം എനിക്ക്. അതും കൂടെ കഴിഞ്ഞാലേ എനിക്ക് സമാധാനാവൂ. ചെയ്തു പോയ ഒരു പാപമെങ്കിലും അങ്ങനെ എനിക്ക് തിരുത്തണം.
നടക്കും ജോസൂട്ടി. അവനെ നമ്മള് കണ്ടുപിടിക്കും. സണ്ണിച്ചായൻ അവനെ അന്വേഷിക്കുന്നുണ്ട്. ആ കുഞ്ഞിനൊന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കുറച്ച് ദിവസം അങ്ങോട്ട് മാറി നിന്നതേ ഉള്ളൂ. അപ്പോഴേക്കും വീടല്ലാതായി. അപ്പടി പൊടിയും വലയും. രണ്ടുപേരും കൂടെ വേറെ ഉണ്ടായിരുന്നല്ലോ. കുനിഞ്ഞൊരു കുപ്പ എടുത്ത് കളഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മച്ചി അതവിടെ ഇട്ടേക്ക്, ഞാൻ വൃത്തിയാക്കിക്കോളാം. ഇനിയിപ്പൊ നീ ഇതിന്റെ വാലയെ തൂങ്ങാഞ്ഞിട്ട. വീടും പെരയും മുറ്റമൊക്കെ ഞാൻ വൃത്തിയാക്കിക്കൊള്ളാം. ദേ, ഇത്രയും നാളും ആശുപത്രി കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ. നിനക്ക് നല്ല സുഖമില്ലാത്തതാ. അവന്റെ കാര്യത്തിൽ ഓടി നടന്ന് ഒടുവിൽ നിന്റെ കാര്യം മറക്കരുത്. ആ, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല അമ്മച്ചി. പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലിയിലാവുമ്പോ മനസ്സിനൊരു ആശ്വാസം കിട്ടും. ഒന്നിനെക്കുറിച്ച് ഓർത്തും സങ്കടപ്പെടാൻ നേരം കിട്ടില്ലല്ലോ. അപ്പോ നീ സങ്കടപ്പെടണ്ട മോളെ. ആ കുഞ്ഞിനെ ദൈവം നിനക്ക് വിധിച്ചിട്ടില്ലെന്ന് കൂട്ടിയാ മതി. എന്നുവെച്ച് നിങ്ങൾക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. നിന്റെ ആഗ്രഹം പോലെ ജോസൂട്ടിക്ക് മാനസാന്തരം വന്ന ഒരു മനുഷ്യനായില്ലയോ? ഇനി അതുപോലെ നിനക്ക് നല്ല മക്കളെയും കർത്താവ് തരും. ആ, അല്ലടി മോളെ, അജോയുടെ കുഞ്ഞിന്റെ കാര്യം പിന്നെ വല്ലതും അവൻ പറഞ്ഞോ? ആ ഷൺമുഖൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാലേ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാൻ കഴിയുന്ന ജോസൂട്ടി പറഞ്ഞത്. ഇനി അവനെ ഏത് ദേശത്ത് പോയി തപ്പിയെടുക്കുമെന്നാ? ഓരോരോ മാരണങ്ങൾ ചെയ്തു വെച്ചിട്ട് ദേ, ഓരോന്ന് ഓർക്കുമ്പോഴേ അവന്റെ ഈ കിടപ്പി എനിക്ക് വലിയ സങ്കടമൊന്നും തോന്നുന്നില്ല കേട്ടോ. അവൻ ഒറ്റ ഒരുത്തം കാരണ എന്റെ മോൻ എങ്ങടോ ഇല്ലാതായി പോയത്. എന്റെ കുഞ്ഞ് ഇത് വല്ലതും അറിയുന്നുണ്ടോ കർത്താവേ? എന്റെ മോനിപ്പോ കടിച്ചടവും പിടിച്ചടവും ഇല്ലാതായിപ്പോയല്ലോ എന്റെ മാതാവേ. അമ്മച്ചി, ഇനി ഓരോന്നിങ്ങനെ പറഞ്ഞ് ജോസൂട്ടിക്ക് വിഷമാക്കണ്ട. ഇപ്പൊ തന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ആള് വണ്ടിത്താനത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ കൂടെ അമ്മച്ചിയുടെ നാവീന്ന് കൂടെ വല്ലതും കേട്ടാ നമ്മള് മനസ്സ് മുട്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് ജോസൂട്ടിക്ക് തോന്നും. എന്തിനാ വെറുതെ നമ്മളായിട്ട് മനസ്സ് വിഷമിപ്പിക്കുന്നത്? അങ്ങോട്ട് എന്നാ ആരിയ്ക്കുന്നവനെ അന്വേഷിക്കാൻ? ആശുപത്രി കിടന്നപ്പോ തിരിഞ്ഞു നോക്കാത്ത തന്തേം തള്ളയാ ഇനി വണ്ടിത്താനത്തി എന്ന് മലമറിക്കാൻ പോകുന്നത്. വെറുതെ അല്ലടി അവനിങ്ങനെ തലതെറിച്ചവനായിട്ട് ജീവിച്ചു പോകുന്നത്. വളർത്തുദോഷ. ആരെ കൊന്നിട്ടായാലും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു തന്തേം തള്ളയും ഇങ്ങനെ പേരിനൊരു കൂട്ടർ ഇല്ലാതിരിക്കുന്ന തന്നെയാ നല്ലത്. അല്ലേലും നമ്മുടെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? മക്കളെ ഓർത്ത് കണ്ണീരൊഴുക്കി കഴിയാനാവും ഞങ്ങളുടെ വിധി. അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന്റെയും കാര്യം ഇങ്ങനെ വെള്ളത്തിൽ വരച്ച വര പോലാവോ? കൊച്ചേതാ? എവിടുന്നാ? അലന്റെ അമ്മച്ചിയല്ലേ? അതെ. കുട്ടി ഏതാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ഇസബല്ല. അമ്മച്ചിയെ ഞാൻ ഒരുപാട് വർഷം മുമ്പ് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ 10th മറ്റു പഠിക്കുമ്പോഴാ കേട്ടോ. അന്ന് ഈ വീടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ആന്റി, ഞാൻ അലന്റെ പഴയൊരു ചെങ്ങാതിയാ. ഇപ്പൊ സ്റ്റേറ്റ്സിലാണ്. അലൻ അവിടെ എന്റെ കൂടെ കഴിയുന്നത്. ഞാനിപ്പോ അവധിക്ക് വന്നതാ. അപ്പോ ഇവിടെ വരെ ഒന്ന് വന്ന് നിങ്ങളൊക്കെ ഒന്ന് കാണാലോ എന്ന് കരുതി ഇറങ്ങിയതാ. കർത്താവേ, ഞാൻ എന്റേതായി കേൾക്കുന്നേ. മോൾ അവന്റെ അടുത്തുനിന്ന് വരികയാണോ? അവനിപ്പോ അമേരിക്കയിലാണോ? എന്നതാ, ജോലി വല്ലതും ആണോ? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? ഓ, എന്റെ അമ്മച്ചി, ഇങ്ങനെ ഒരുപാട് ചോദ്യം ഒറ്റയടിക്ക് ചോദിച്ച് എന്നെ ശ്വാസം മുട്ടിക്കല്ലേ. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാന്നേ. ആദ്യം എന്നെ ഒന്ന് അകത്തേക്ക് ക്ഷണിക്കെങ്കിലും ചെയ്യ്. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. അവന്റെ കാര്യം പെട്ടെന്ന് കേട്ടപ്പോ എന്നതാ ഏതാന്നറിയാത്തൊരു വെപ്രാളം. മോള് വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. വിശേഷങ്ങൾ എല്ലാവരോടും കൂടി പറയാലോ. വാ.
എന്നാ ഹോസ്പിറ്റലിൽ പോകേണ്ടത്? 2 ആഴ്ച കഴിഞ്ഞ് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മുറിവൊക്കെ ഭേദമായിട്ട് ഫിസിയോതെറാപ്പി തുടങ്ങണം. സാരമില്ല ജോസൂട്ടി, വേഗം സുഖപ്പെടും കേട്ടോ, വിഷമിക്കണ്ട. എനിക്ക് സങ്കടമൊന്നുമില്ല മാഡം. ഞാനത് ചോദിച്ചു വാങ്ങിയതാ. ചെയ്ത പാപത്തിനൊക്കെ കൂലിയായത്. ഞാൻ ചെയ്തതിനൊക്കെ അളിയനോട് മാപ്പ് ചോദിച്ചെന്ന് പറയണം. ജോസൂട്ടി, എന്താ ഇത്? അധികം സംസാരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അനിത പറഞ്ഞത് കേക്കു ജോസൂട്ടി. അധികം സ്ട്രെയിൻ ചെയ്യണ്ട. അലന് ജോസൂട്ടിയോട് ഒരു ദേഷ്യവുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അതൊക്കെ അലന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. ഇച്ചായന് അവിടെ സുഖാണോ ചേച്ചി? സുഖാണോന്ന് ചോദിച്ചാ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നിങ്ങളുടെയൊക്കെ കാര്യം ഓർത്തുള്ള സങ്കടേ ഉള്ളൂ. മോളെ, എന്റെ കുഞ്ഞിന് ജീവിക്കാൻ ഒരു മനസ്സമാധാനം ഇല്ലാതെ വന്നപ്പോഴാ ഇവിടുന്ന് അവൻ പോയത്. ഇപ്പോഴും അവനോട് പറയാനുള്ള ഒരു നല്ല വർത്താനം പോലും നിന്റെ അടുത്ത് ഞങ്ങൾക്ക് പറയാനില്ലെന്ന് ഓർക്കുമ്പോഴാ സങ്കടം. ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മോന് സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാ ചെയ്യാനാ മോളെ, വെറുതെ ആശിപ്പിച്ചിട്ട് കർത്താവെല്ലാം അങ്ങ് തിരിച്ചെടുത്തില്ലയോ? എന്റെ മോക്ക കുഞ്ഞിനെ പോലും കൊടുത്തില്ലല്ലോ. അമ്മച്ചി, ഏയ് തടയണ്ടനിതേ. അമ്മച്ചി എന്നോടല്ലേ പറയുന്നത്? എന്നെ അന്യായിട്ട് കാണണ്ടാരും. അലൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഇവിടെ വന്ന് എല്ലാരോടും അവന്റെ അന്വേഷണം പറയണമെന്ന്. അവൻ എന്നതാ മക്കളെ ഇങ്ങോട്ടൊന്ന് വിളിക്കുക പോലും ചെയ്യാത്തത്? ഞങ്ങളോടൊക്കെ അത്രയ്ക്ക് ദേഷ്യാണോ അവന്? അവന് ദേഷ്യം തോന്നിയാലും കുറ്റം പറയാൻ പറ്റുകയില്ല. അവന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് ഞങ്ങള് കാരണം. എന്റെ കുഞ്ഞി കുടുംബത്തിന് വേണ്ടി അവന്റെ സന്തോഷവും ഇഷ്ടമൊക്കെ ബലി കൊടുത്തതാ. എന്നിട്ടും അതൊന്നും നേരെ ചൊവ്വ ആയില്ലല്ലോ. അവനെപ്പോലൊരു പാവത്തിന്റെ മനസ്സ് നോവിച്ചതിന് കർത്താവ് തമ്പുരാൻ ഞങ്ങളെ ശിക്ഷിച്ചതാ ഇങ്ങനെ. ഒന്നുമല്ല അമ്മച്ചി, ഞാൻ പറഞ്ഞില്ലേ അലന് നിങ്ങളോട് ആരോടും ഒരു ദേഷ്യവുമില്ല. പിന്നെ അവൻ ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാത്തത് മനഃപൂർവ്വാ. തൽക്കാലം അവൻ ഇവിടെയുള്ളവരെയൊക്കെ മറന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എന്നാലും മാസത്തിൽ ഒരു തവണയെങ്കിലും അവന് ഞങ്ങളെ വിളിച്ച് 2 വാക്ക് പറഞ്ഞൂടെ മോളെ? ഇനിയിപ്പോ എന്നോടും അപ്പച്ചനോടും അവന് ദേഷ്യം തോന്നിയാലും ദാ ഇവളിവിടെ ഉണ്ടല്ലോ. ഇവളെന്ന് പറഞ്ഞ മരിക്കാൻ നടക്കുകയായിരുന്നവൻ. ഇവളോടെങ്കിലും അവനൊന്ന് സംസാരിച്ചൂടെ? എനിക്കറിയാം ഇതുപോലൊരു ഗതികെട്ട വീട്ടിൽ വന്ന് ജനിച്ചു പോയനെ അവനിപ്പോ അപ്പനെ അമ്മയൊക്കെ ശപിക്കുന്നുണ്ടാവും. അതൊക്കെ അമ്മച്ചിയുടെ വെറും തെറ്റിദ്ധാരണകളാ. അലന് നിങ്ങളെയൊക്കെ വെറുക്കാനും ശപിക്കാനും ഒക്കെ പറ്റുമെന്ന് അമ്മച്ചിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരാളാ അമ്മച്ചിയുടെ മോനെന്ന് എനിക്ക് അഭിപ്രായമില്ല. അലൻ വരൂ അമ്മച്ചി, ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ്. അവന്റെ മനസ്സിലെ മുറിവുകളൊക്കെ ഒന്ന് ഉണങ്ങട്ടെ ആദ്യം. ചേച്ചി ഉടനെ മടങ്ങുന്നുണ്ടോ സ്റ്റേറ്റ്സിലേക്ക്? 1 മാസം എന്തായാലും ഉണ്ടാവും. അനിത എന്താ ചോദിച്ചത്? ഇച്ചായന് കൊടുക്കാൻ ഒരു എഴുത്ത് തരാലോ എന്ന് വിചാരിച്ചാ. എവിടെയാ താമസിക്കുന്നതെന്ന് പറഞ്ഞ ഞാനങ്ങ് എത്തിക്കായിരുന്നു. അതിനെന്താ, നിന്റെ ഇച്ഛായനോട് പറയാനുള്ളതെല്ലാം വിസ്തരിച്ചെഴുതിക്കോളൂ. 4-5 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അവന്റെ കുഞ്ഞിനെ കാണാതായതൊന്നും ഇപ്പം മോൾ അവനോട് പറയാൻ നിൽക്കണ്ട. എന്നതിന്
അവന്റെ മനസ്സിൽ പിന്നെയും തീകോരിയിടുന്നത്? അതൊന്നും ഓർത്ത് നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട. ഒക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇനി അലനെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കണ്ടെന്ന് പറയാനാ ഞാൻ വന്നത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ജോസൂട്ടി, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ദേ, ഇനി ഇത് ചെയ്തവരോട് പ്രതികാരം ചെയ്യാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചേക്കരുത്, കേട്ടല്ലോ? ഈ കൊച്ചിന്റെ കാര്യങ്ങളും അന്വേഷിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. അപ്പോ വീണ്ടും കാണാം. ഇറങ്ങിക്കോട്ടെ. അമ്മച്ചി ഒന്ന് വന്നേ. എന്തായാലും കാര്യമായ ആലോചനയിലാണല്ലോ. കിടക്കുന്നില്ലേ? വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എങ്ങനെ ഉറക്കം വരാൻ ഐസ? അനിമോളുടെ കാര്യം ചിന്തിച്ചിട്ട് തല പെരുക്കുക. പാവം, അവളിതൊക്കെ എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും? സാരമില്ല, ഒക്കെ കഴിയുമ്പോ അവക്ക് മുന്നിലുള്ളത് ഒരു നല്ല ജീവിതമാണല്ലോ എന്നോർത്ത് സമാധാനിക്കുക. ഇതൊന്നും നമ്മുടെ കുറ്റം കൊണ്ട് സംഭവിച്ചതല്ലല്ലോ. നിന്നെക്കുറിച്ചോർത്തുള്ള അവളുടെ സങ്കടം കണ്ടപ്പോ നീ എന്റെ ഒപ്പം ഉണ്ടെന്ന് പറയാൻ പലവട്ടം ഞാൻ നാവ് വളച്ചതാ. പിന്നെയും അതിന്റെ കോംപ്ലിക്കേഷൻസ് ഓർത്തപ്പോ വേണ്ടെന്ന് വെച്ചു. നീ അത് പറയാഞ്ഞത് ഒരർത്ഥത്തിൽ നന്നായി. മോളെ കാണാതായ വിവരം നിന്നോട് പറയരുതെന്ന് പറഞ്ഞ് നിന്റെ അപ്പച്ചനും അമ്മച്ചിയും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. അവള് നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായാവസ്ഥയിലായി ഐസ ഞാനിപ്പോ. പക്ഷേ ഇങ്ങനെ എത്ര നാളൻ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. നിന്റെ ഈ ഒളിച്ചുകൾ കൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിന് ഒരു പ്രയോജനമുണ്ടോ? സയനെയും അവളുടെ വീട്ടുകാരെയും നീ ഇങ്ങനെ ഭയക്കാൻ തുടങ്ങിയ ജീവിതകാലം മുഴുവൻ നിനക്കിങ്ങനെ ഒളിച്ചു കഴിയാനേ പറ്റൂ. ഇത്രയൊക്കെ അവരെ ഭയക്കാൻ എന്താ നിന്റെ പ്രശ്നം? നിന്റെ വീട്ടുകാരായിട്ട് കൈപ്പറ്റിയിട്ടുള്ള ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ് നീ ഭയക്കുന്നതെങ്കിൽ അത് ഞാൻ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ? അതെന്താ നീ കേൾക്കാത്തത്? അതോ ഞാനും ഇനി അതിന് പ്രത്യുപകാരം വല്ലതും ചോദിക്കുമെന്ന് ഭയന്നാണോ? എങ്കിൽ ആ പേടി വേണ്ട കേട്ടോ. എന്താ ഐസ, അങ്ങനെ ഒരു പേടി എനിക്ക് നിന്റെ കാര്യത്തിലില്ല. നിന്റെ ഈ ഫ്രണ്ട്ഷിപ്പും സഹായമൊക്കെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാ. പിന്നെ എന്താ നിന്റെ പ്രശ്നം? ബി ഫ്രാങ്ക് അലൻ. നീ വിചാരിക്കുന്നത് പോലെ സൈനയുടെ വീട്ടുകാരെ സെറ്റിൽ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മാത്രമല്ല, അവളുടെ സമ്മതത്തോടെ സെപ്പറേറ്റഡ് ആവാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അവൾ സമ്മതിച്ചില്ലെങ്കിൽ കോർട്ടിൽ നമ്മളായിട്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യണം. ഈ നാട്ടിൽ അങ്ങനെയും ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. ഡിവോഴ്സൊക്കെ നമുക്ക് എങ്ങനെയും സാധിച്ചെടുക്കാം. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ മോളാണ് ഇസ. ഗായത്രി പ്രസവിച്ച അമ്മ, അവൾക്ക് മോളെ ആവശ്യമില്ല. പക്ഷേ ഗൗരിയാണെങ്കിലോ ഒരിക്കലും മോളെ എനിക്ക് വിട്ടുതരുകയില്ല. എന്തുകൊണ്ട്? അമ്മയ്ക്ക് കുഞ്ഞിന് വേണ്ടെന്ന് പറഞ്ഞ പിന്നെ അവകാശം അതിന്റെ അച്ഛനായി നിനക്കാണ്. ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? ആ കുട്ടി എവിടെയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു അറ്റംപ്റ്റ് നടത്തി നോക്കായിരുന്നു. ഏതായാലും നീ സമാധാനായിട്ടിരിക്കെ. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. എന്നിട്ട് ഞാനത് നിന്നോട് പറയാം. ചിലപ്പോ അതങ്ങ് സക്സസ് ആയേക്കും. അല്ല, പ്ലാൻ എന്ന് പറയുമ്പോ മതി ഓരോന്ന് ആലോചിച്ച് കൂട്ടിയത്. നീ വന്ന് കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരിക്കൽ അവന്റെ കള്ളത്തരം പൊളിക്കാൻ മുൻകൈയെടുത്ത ഞാൻ തന്നെ ഇപ്പോ ഇങ്ങനൊരു കാര്യം സംസാരിക്കാനായി ഇവിടെ വന്നല്ലോ എന്ന് വിചാരിച്ച് രുക്മിണിയമ്മയ്ക്കിപ്പോ അതിശയം തോന്നുന്നുണ്ടാവുമല്ലേ? ചെറുപ്പത്തിന്റെ പ്രായത്തിളപ്പിൽ നിങ്ങളുടെ മോന് തോന്നിയ ഒരു അവിവേകം. വേണമെങ്കിൽ അവന് കിട്ടിയ അവസരം മോശപ്പെട്ട രീതിയിൽ അവന് വിനിയോഗിക്കാമായിരുന്നു. ആ പെൺകുട്ടിയുടെ കാര്യവും അങ്ങനെ തന്നെയാ.
ആരുമില്ലാത്ത തനിക്ക് കൊള്ളാവുന്ന ഒരുത്തനെ തരപ്പെട്ട് കിട്ടിയല്ലോ എന്ന് കരുതി ആ ബന്ധം മാക്സിമം മിസ്യൂസ് ചെയ്യാമെന്നിരിക്കെ അവൾ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ. രണ്ടുപേരും നിലനിൽപ്പിന് വേണ്ടി ഒരു ഭാര്യാഭർത്തൃ ബന്ധം മെനഞ്ഞുണ്ടാക്കിയെങ്കിലും ഗൗരിയും ശങ്കറും ഒരിക്കലും നല്ല സുഹൃത്തുക്കളുടെ പരിധി ലംഘിച്ചിട്ടില്ല. ആ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാൻ വന്നത്. എന്താ രുക്മിണിയമ്മയുടെ അഭിപ്രായം? അതിപ്പോ അങ്ങനെ ചോദിച്ചാ ഞാൻ എന്തു പറയാനാ സാർ? ആ ഒരു സംഭവത്തോടുകൂടി എന്റെ മനസ്സാകെ കൈവിട്ട ഒരവസ്ഥയില്ല. എന്തുദ്ദേശത്തിനാണെന്ന് പറഞ്ഞാലും അവനിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒരിക്കലും എന്റെ കുഞ്ഞ് അങ്ങനൊരു തെറ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കുമെന്ന് ഇപ്പോഴും വിശ്വാസമില്ല എനിക്ക്. സാറിനെ പോലെ നല്ല മനസ്സുള്ള ഒരാളല്ലായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ അവന്റെയും ആ പെങ്കൊച്ചിന്റെയും അവസ്ഥ എന്താവുമായിരുന്നു? ആൾമാറാട്ടത്തിനും വഞ്ചനക്കുറ്റത്തിനും ഒക്കെ അവർ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നോ? പിന്നെ ഞാനും എന്റെ അമ്മയും ഒക്കെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നതിന്റെ കാരണമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. പരസ്പരം അവർക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ അവരുടെ പെരുമാറ്റത്തിലും സൗഹൃദത്തിലും അവർക്ക് മാന്യത പുലർത്താൻ കഴിഞ്ഞത്. മറ്റു രീതിയിലുള്ള കുട്ടികളായിരുന്നെങ്കിൽ തെറ്റായ രീതിയിൽ ചിന്തിക്കാനും ജീവിക്കാനും ഒക്കെ എത്രയോ അവസരം അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. ഒരേ മനസ്സുള്ളവരായതുകൊണ്ട് മുന്നോട്ടുള്ള അവരുടെ ജീവിതവും നല്ല നിലയ്ക്കായിരിക്കും എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയാൻ വന്നത്. ഇനി എന്ത് വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്.